ഹലോ ഗായ്സ്, എല്ലാവർക്കും കൊയിലോൺ ടെക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആഫിര. അപ്പോൾ ഇത് നമ്മളൊരു കിടിലം ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഷസാം എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതുപയോഗിച്ച് നമുക്ക് മ്യൂസിക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു മ്യൂസിക് നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണെന്ന് അറിഞ്ഞോളാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഈ ഷസാം എന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്കത് ഏതാ മ്യൂസിക് എന്നറിയാൻ പറ്റും. അത് ഏത് ഫിലിമിലെയാണ്, അത് ആരാണ്, അതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാം നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് കാണുകയാണ്, അപ്പോൾ അതിൻ്റെ BGM അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഏതാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് അതിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ BGM ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വണ്ടർഫുൾ, ഒരു കിടിലം ഫാന്റാസ്റ്റിക് ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഹലോ ഗൈസ്, അപ്പോൾ ഷസാം ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഷസാം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വേർഷനും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ടു ഷസാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഏതെങ്കിലും മ്യൂസിക് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാറിലോ ബസ്സിലോ എങ്ങനെയെങ്കിലും ഒരു മ്യൂസിക് ഇട്ടേക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ ടാപ്പ് ടു ഷസാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടേക്കുന്ന മ്യൂസിക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തുള്ള മ്യൂസിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ മേളിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോപ്പപ്പ് ഷസാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. അതിനുശേഷം അവിടെ നോട്ടിഫിക്കേഷൻ ബാർ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എനേബിൾ ആവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഞാൻ ഇപ്പോൾ ഒരു NCSൻ്റെ മീൻസ് നോൺ കോപ്പിറൈറ്റിൻ്റെ മ്യൂസിക്കാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, കാരണം കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിലൊരു സോങ് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓൺ വേ അലൻ വാക്കറിൻ്റെ ഒരു NCSൻ്റെ മ്യൂസിക്കാണ്, അതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളിതായി നിങ്ങളുടെ ഷസാമിൻ്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ദാ ഷസാം നമ്മുടെ ഇത് ഏതാണെന്ന്, പാട്ട് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നു. ഇതേപോലെ ഇംഗ്ലീഷ് മാത്രമല്ല, ഏത് ഭാഷയിലുള്ള പാട്ടാണെങ്കിലും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിറിക്സ് ഉൾപ്പെടെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ഒരു ഫോക്കസിങ് പ്രോബ്ലം ആണ്. ലിറിക്സ് ഉൾപ്പെടെതായി നിങ്ങൾക്ക് അതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാം ഇവിടെ കാണാവുന്നതാണ് ക്ലിക്ക് ചെയ്താൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അഭിരാം, സൈനിങ് ഔട്ട്.